ശ്രദ്ധിക്കുക, ചിത്രങ്ങളുടെ എല്ലാം ടാബ് മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചിത്രത്തിന്റെ എഡിറ്റിംഗ് സാധ്യതകളിലേക്ക് ഇത്തരം കൂടുതൽ ചിത്രങ്ങൾ തുറന്നു വെക്കുമ്പോൾ ആ ചിത്രങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിന്, അതായത് ഓരോ ചിത്രങ്ങളിലേക്ക് പോകുന്നതിനാണ് നമ്മളിവിടെ ടാബിലെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ ഉപയോഗിച്ചായിരിക്കും നിങ്ങളുടെ പടം, അതായത് കീബോർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ കൂടുതൽ കമാൻഡുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതെല്ലാം മൗസ് കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൺസ്യൂം ചെയ്തു. അപ്പം കീബോർഡ് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്താൻ കൂടി നമ്മൾ സമാന്തരമായിട്ട് പഠിക്കണം. അതുകൂടി നിങ്ങൾ വളരെയധികം പ്രാക്ടീസ് ചെയ്യും. ഒരു 4-5 തവണ പ്രാക്ടീസ് ചെയ്തത് തന്നെ അത് വളരെ നല്ല ഒരു പ്രാക്ടീസായിട്ട് മാറുകയും കൂടുതൽ സ്പീഡോട് കൂടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫോട്ടോഷോപ്പ് മാത്രമല്ല, ഏത് സോഫ്റ്റ്വെയർ ആയാലും കീബോർഡ് ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു 80% സ്പീഡിൽ കാര്യങ്ങൾ സാധിക്കും. അപ്പം ചെറുതാണെങ്കിലും ഈ കമാൻഡ് കീസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ കീബോർഡുമായിട്ട് നല്ലൊരു ടച്ച് ഉണ്ടായിരുന്നു. മുമ്പായിട്ട് പറ്റുമെങ്കിൽ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് കൂടി വളരെ നന്നായിരിക്കും, സാന്ദർഭികമായിട്ട് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് സാധ്യതയിലേക്ക് അല്ലെങ്കിൽ എഡിറ്റിംഗിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ ഒരുപോലെ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഓരോ ചിത്രങ്ങളിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളിലേക്കും ഇങ്ങനെ പോകുന്നതിന് ടാബ് ഉപയോഗപ്പെടുത്താം. കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചു, ഇവിടെ കീബോർഡാണ് കാണുന്നത്, ഇതിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് ടാബ് പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാനിവിടെ മൗസ് കൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുക, കൺട്രോൾ അമർത്തി പിടിക്കുക, അതിനുശേഷം ടാബ് പ്രസ് ചെയ്യും. കൺട്രോൾ ടാബ് പ്രസ് ചെയ്യുക. ഓരോ ചിത്രങ്ങളിലേക്കായിട്ട് നമുക്കിങ്ങനെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചിത്രം ക്ലോസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഏത് ചിത്രമാണെന്നുണ്ടെങ്കിൽ ആ ചിത്രം ആക്റ്റീവ് ആയിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിലോ ആ ടാബിൻ്റെ എന്താ പറയുക, വലതുവശത്ത് കാണുന്ന എക്സ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് എന്ന് പറയും കാണാം. ഈ ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം, ആക്റ്റീവ് ചിത്രം അല്ലെങ്കിൽ ഏത് ടാബിലാണോ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ ചിത്രം ക്ലോസ് ആവും. ഇതിലെ എല്ലാ ചിത്രങ്ങളും ഒരുമിച്ച് ക്ലോസ് ആക്കുന്നതിനാണ് ക്ലോസ് ഓൾ എന്ന ഈ ഭാഗം കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കീബോർഡിലൂടെ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. കീബോർഡിൽ ഇവിടെ കീബോർഡ് സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ ക്ലോസ് ചെയ്യുന്നതിന് കൺട്രോൾ പിടിച്ചുകൊണ്ട് W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ക്ലോസ് ആവുന്നതാണ്. കൺട്രോൾ പിടിക്കാൻ W ക്ലിക്ക്. ഇനി ചിത്രങ്ങളിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന ഒരു ചിത്രം ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കുന്നതിന് അർത്ഥം നമ്മൾ ആ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും ആ മാറ്റങ്ങൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, ആ ചിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ആ ചിത്രം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്തിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്യാം, മാറ്റങ്ങൾ സ്വീകരിച്ചതിന് സേവ് ചെയ്യാം, മാറ്റങ്ങളൊന്നുമില്ലാതെ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആക്ഷൻ, അതായത് ക്ലോസിങ് ആക്ഷനെ നമുക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ നോ കൊടുക്കുകയാണ്. യാതൊരു മാറ്റങ്ങളും സേവ് ചെയ്യാതെ തന്നെ ക്ലോസ് ചെയ്യും. നോ കൊടുത്തു, അത് ക്ലോസ് ചെയ്യും. കൺട്രോൾ W ആണ് അതിന്റെ